ഈ വർഷം ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിച്ചൊരു കാര്യമാണ്, നീറ്റ് 2025 ലെവൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ക്രാക്ക് ചെയ്യാൻ ഓൺലൈൻ കോച്ചിങ് വെച്ച് സാധിക്കും. ആൻഡ് ദി ആൻസർ ഇസ് യെസ്. അത് ഈ വർഷത്തെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ക്ലിയർ ആകും. ഇവിടെ ഡോപ്പയിൽ നല്ലൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉറപ്പിച്ചിരിക്കുന്ന ഒരുപാട് ഓൺലൈൻ സ്റ്റുഡൻസ് ഉണ്ട്. സോ ഇനി വരും വർഷങ്ങളിലെ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യാൻ ഓൺലൈൻ കോച്ചിങ് മതിയോ എന്ന് ചോദിച്ചാൽ ദ സിമ്പിൾ ആൻസർ ഇസ് യെസ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ ഓൺലൈൻ കോച്ചിങ് വെച്ചായിരുന്നു നീറ്റ് പ്രിപ്പറേഷൻ നടത്തിയിരുന്നെങ്കിൽ ഞാൻ ഡോക്ടർ ആകുമായിരുന്നു. വളരെ ഓണസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ടിപ്പിക്കൽ ഓൺലൈൻ കോച്ചിങ് വെച്ച് ഐ ഡോണ്ട് തിങ്ക് ഐ വുഡ് ഹാവ് ക്രാക്ക് നീറ്റ്. ടിപ്പിക്കൽ കോച്ചിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ആപ്പിൽ ക്ലാസ് കാണുന്നു, ബാക്കി സമയം സ്വന്തം പഠിക്കുന്നു, ഇത്ര മാത്രമുള്ള സിസ്റ്റം ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്യത്തില്ലായിരുന്നു. സോ മൈ പോയിന്റ് ഇസ് ഓൺലൈൻ കോച്ചിങ് ഇസ് നോട്ട് ഫോർ എവരി വൺ. ബട്ട് ഇത്രയൊക്കെ കേട്ടിട്ട് ഇത് ഓൺലൈൻ കോച്ചിങ്ങിൻ്റെ നെഗറ്റീവ്സ് പറയാൻ പോകുന്ന ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കരുത്. ഹൗ ടു മേക്ക് ഓൺലൈൻ കോച്ചിങ് വർക്ക് എന്നൊരു 5 പാർട്ട് സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. ആരാണ് ഓൺലൈൻ കോച്ചിങ് തിരഞ്ഞെടുക്കേണ്ടത്, ആര് തിരഞ്ഞെടുക്കാൻ പാടില്ല എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഈ വീഡിയോയിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓൺലൈൻ കോച്ചിങ് എഫക്റ്റീവ് ആക്കണമെങ്കിൽ അതിലാവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. മൈൻഡ് സെറ്റ്, ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഡെഡിക്കേഷൻ, അങ്ങനെ പല പേരിൽ വിളിക്കാം. ബട്ട് ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഡ്രീമും അതിനുവേണ്ടി ഒരു വർഷം മാക്സിമം ട്രൈ ചെയ്യാനുള്ള ഒരു ഡ്രൈവും ഉണ്ടെങ്കിൽ മാത്രമേ ഓൺലൈൻ കോച്ചിങ് ശരിക്കും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾക്കുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കും. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി ഏരിയ ആണ്. നിങ്ങൾക്ക് ഒരു വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി എൻവയൺമെൻറ്റ് കൂടെ വേണം. സോ അങ്ങനെ ഒരു സ്പേസിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. ഈ സ്റ്റഡി എൻവയൺമെൻറ്റ് എങ്ങനെ എഫക്റ്റീവ് ആക്കുക എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബട്ട് ഇങ്ങനെ ഒരു സ്റ്റഡി ഏരിയയ്ക്കുള്ള പോസിബിലിറ്റി നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഒരു ക്ലിയർ ഷെഡ്യൂളാണ്. നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് തൊട്ട് ലാസ്റ്റ് മോഡൽ എക്സാം വരെയുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു ടൈം ടേബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനുള്ള ക്ലിയർ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് തുടക്കം തൊട്ടേ വേണം. അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. അടുത്തത് നിങ്ങൾക്ക് വേണ്ട കാര്യമാണ് ഓറിയൻറ്റേഷൻ. ഈ ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പോൾ തുടക്കത്തിലൊരു ഓറിയൻറ്റേഷൻ ക്ലാസ് എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ത്രൂ ഔട്ട് യുവർ കോഴ്സ് നിങ്ങൾക്ക് ഇന്ന സമയത്ത് ഒരു ഓറിയൻറ്റേഷൻ്റെ ആവശ്യമുണ്ട്. കാരണം ഓൺലൈൻ കോച്ചിങ്ങിന് ഓഫ്ലൈനെ സംബന്ധിച്ച് കുറച്ച് എക്സ്ട്രാ ചാലഞ്ചസ് ഉണ്ട്. സോ അതൊക്കെ മുൻകൂട്ടി എക്സ്പെക്ട് ചെയ്ത് അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള ഒരു ഓറിയൻറ്റേഷൻ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ ആവശ്യമാണ്. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പേരൻസിനും അങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ ആവശ്യമുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നല്ല ടീച്ചേഴ്സിൻ്റെ, നല്ല ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സാണ്. അത് ടൈം ബൗണ്ട് ആയിട്ട് തീരുകയും വേണം. ക്ലാസ്സുകൾ കറക്റ്റ് ടൈമിൽ നടന്നു പോയില്ലെങ്കിലും നമ്മൾ മുമ്പ് പറഞ്ഞ ഷെഡ്യൂളൊക്കെ ആകെ അവതാളത്തിലാവും. അതുകൊണ്ട് ടൈം ബൗണ്ട് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ വേണം. ഇങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങൾ യൂട്യൂബിൽ തപ്പിയാൽ അവൈലബിൾ ആണ്. ബട്ട് നിങ്ങൾക്കറിയാം യൂട്യൂബിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് എക്സ്ട്രാ വരും. ഇങ്ങനെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലേണിംഗ് ആപ്പും എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡൗട്ട് ക്ലിയറൻസ്. പലപ്പോഴും ഓൺലൈൻ കോച്ചിങ്ങിലെ വലിയൊരു നെഗറ്റീവായിട്ട് മാറുന്ന കാര്യം കൃത്യമായ സമയത്ത് ഡൗട്ട് ക്ലിയറൻസ് കിട്ടാത്തതാണ്. നിങ്ങൾക്കൊരു ഓഫ്ലൈൻ ക്ലാസ്സിൽ, ഒരു ഫേസ് ടു ഫേസ് ക്ലാസ്സിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന അത്ര സ്പീഡിൽ ഓൺലൈൻ കോഴ്സിൽ ചിലപ്പോൾ അത് പോസിബിൾ ആയിരിക്കില്ല. ബട്ട് സ്റ്റിൽ ടൈം ബൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് അവൈലബിൾ ആണോ എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലേണിംഗ് ആപ്പിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റെഗുലർ ആയിട്ടുള്ള എക്സാംസും റെഗുലർ ഒരു സെൽഫ് അസസ്മെൻറ്റും. ഇങ്ങനെ എക്സാംസ് എഴുതി ഒരു സെൽഫ് അസസ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പഠിച്ച് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു തോന്നൽ വരത്തുള്ളൂ. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റിവിഷൻ പ്ലാൻ. വളരെ എഫക്റ്റീവ് ആകുന്ന ഒരു റിവിഷൻ പ്ലാൻ. പലപ്പോഴും ഓൺലൈൻ കോച്ചിങ് ഫെയിലായി പോകുന്നത് ഈ ഒരു റിവിഷൻ കൃത്യമായിട്ട് കുട്ടികൾ വീട്ടിൽ ഇരുന്ന് തന്നെ നടത്താത്തത് കൊണ്ടാണ്. സോ റിവിഷൻ എഫക്റ്റീവ് ആകാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ റിവിഷൻ പ്ലാൻ എന്ന് പറയുന്നത് ഫുൾ ക്ലാസ്സും കഴിഞ്ഞിട്ട് അവസാനത്തെ 1-2 മാസം ചെയ്യുന്ന എക്സാംസ് മാത്രമല്ല. ഇപ്പം ഇവിടെ ഡോപ്പയിലാണെങ്കിൽ എല്ലാ മാസവും നിങ്ങൾ അതുവരെ പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ എക്സാംസ് കൃത്യമായിട്ട് നടക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് ഒരു ഓപ്ഷനാണ്, നിങ്ങൾക്ക് റിവിഷൻ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസിൽ വന്ന് വേണമെങ്കിൽ റിവിഷൻസ് എക്സാംസ് ഒക്കെ പങ്കെടുക്കാൻ പറ്റും. അതിന് റിവിഷൻ വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഓൺലൈൻ കോച്ചിങ് ചെയ്ത് നോക്കി അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഓഫ്ലൈൻ ക്യാമ്പസിലോട്ട്, നമ്മുടെ റെസിഡൻഷ്യൽ ക്യാമ്പസിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇതുപോലുള്ള ഓപ്ഷനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. അതും നിങ്ങൾക്ക് അവൈലബിൾ ആണോ എന്ന് നോക്കണം. ദ ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് ഇസ് മാനേജ്മെൻറ്റ് ഓഫ് ലോൺലിനെസ്. ഓൺലൈൻ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ തന്നെയാണ് ഈ ഒരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ. നീറ്റ് പ്രിപ്പറേഷൻ ജേർണിയിൽ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഓഫ്ലൈൻ ക്യാമ്പസിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ നമുക്ക് മാത്രമല്ല ചുറ്റുമുള്ളവർക്കൊക്കെ വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാവും.
ബട്ട് ഈ ഒരു റിയലൈസേഷനൊക്കെ പലപ്പോഴും ഓൺലൈൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകത്തില്ല. അതിനുള്ളൊരു എക്സ്പോഷർ അവർക്ക് കിട്ടുന്നില്ലല്ലോ. അത് അവരെ ഒരുപാട് എഫക്റ്റ് ചെയ്യാറുണ്ട്. അവരുടെ പ്രിപ്പറേഷൻ തന്നെ സ്റ്റക്കായി പോകാനൊക്കെ ഒരു കാരണമായി മാറാം. ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്കും ഇതൊക്കെ സംഭവിക്കുന്നല്ല, ബട്ട് ഇതൊരു എക്സ്പെക്റ്റഡ് പ്രോബ്ലം ആണെന്നുള്ളത് മനസ്സിലാക്കുക. അത് ഡീൽ ചെയ്യാനുള്ളൊരു പ്ലാനും നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. അതിനെക്കുറിച്ചൊക്കെ ഈ സീരീസിൽ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബട്ട് ഇപ്പം ഇത്രയും മനസ്സിലാക്കി വെക്കുക, ഓൺലൈൻ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ലോൺലിനെസ്. അത് മാനേജ് ചെയ്യാനുള്ളൊരു സിസ്റ്റം നമുക്ക് വേണം. ഇത്രയും കാര്യങ്ങളാണ് ഓൺലൈൻ കോച്ചിങ് എഫക്റ്റീവ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്. സോ ഹൂ ഷുഡ് നോട്ട് ചൂസ് ഓൺലൈൻ കോച്ചിങ്? നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് വെക്കുക. ഒരു +2 വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടും റെഗുലർ ആയിട്ടൊക്കെ കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് വെക്കുക. നിങ്ങൾ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആകുന്ന ആൾക്കാരാണോ? അടുത്തൊരു വർഷത്തേക്ക് ഫോണിൻ്റെയൊക്കെ യൂസേജ് മാക്സിമം കുറച്ച് മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ സ്വയം ചോദിക്കുമ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസർ നോ എന്നാണ് പറയുന്നതെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓൺലൈൻ കോച്ചിങ് സെലക്ട് ചെയ്യരുത്. ഇങ്ങനെയുള്ള ഒരാൾക്ക് ഇത് ഇമ്പോസിബിൾ ആകുമെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. ഇനി അതേപോലെ നിങ്ങൾ കഴിഞ്ഞൊരു വർഷം ഓൺലൈൻ കോച്ചിങ് ട്രൈ ചെയ്തിട്ടുണ്ട്, ബട്ട് അത് എഫക്റ്റീവ് ആയില്ലെങ്കിലും ദെൻ ഒരു റിപ്പീറ്റ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈൻ സെലക്ട് ചെയ്യാതിരിക്കുക. മാക്സിമം ഓഫ്ലൈൻ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നറിയാം. ഇതിൽ കുറേ ഫൈനാൻഷ്യൽ എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നറിയാം. അതിലോട്ട് ഞാൻ വരാം. സോ ആരാണ് ഓൺലൈൻ കോച്ചിങ് സെലക്ട് ചെയ്തത്, അല്ലെങ്കിൽ ആർക്കാണ് ഓൺലൈൻ കോച്ചിങ് എഫക്റ്റീവ് ആക്കാൻ പറ്റുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞ പോലെ MBBS എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള പാഷൻ നിങ്ങൾക്കുണ്ട്. അതിനുവേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡിയാണ്. ഒരു +2 വരെയൊക്കെ ഇതുപോലെ ഡിസിപ്ലിൻഡ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു ഹിസ്റ്ററി നിങ്ങൾക്കുണ്ട്. അത്യാവശ്യം ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒരു സ്റ്റഡി ഏരിയ നിങ്ങളുടെ വീട്ടിലുണ്ട്. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞ റിക്വയർമെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദെൻ യെസ്, നിങ്ങൾക്ക് ഓൺലൈൻ കോച്ചിങ് തന്നെ സെലക്ട് ചെയ്യാം. എനിക്കറിയാം ഒരുപാട് പേരെ സംബന്ധിച്ച് ഓൺലൈൻ കോച്ചിങ് ഈസ് ദി ഓൺലി ഓപ്ഷൻ. കാരണം ഓഫ്ലൈൻ ഇസ് ടു എക്സ്പെൻസീവ്. നിങ്ങൾ ഓഫ്ലൈൻ കോച്ചിങ് തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയാണെങ്കിൽ ദെൻ യു ഹാവ് ടു മേക്ക് ഓൺലൈൻ കോച്ചിങ് വർക്ക്. പിന്നെ കുറച്ച് പേരെ സംബന്ധിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അത്ര സപ്പോർട്ട് ചിലപ്പോൾ കാണത്തില്ല. നിങ്ങളുടെ ഒരു സ്വപ്നത്തിന് വേണ്ടി ഒരുപാട് കാശൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിലും വി ഹാവ് ടു അക്സെപ്റ്റ് ദാറ്റ് റിയാലിറ്റി ആൻഡ് മേക്ക് ഓൺലൈൻ കോച്ചിങ് വർക്ക്. ഓഫ്ലൈൻ ക്യാമ്പസിൽ തന്നെ പഠിക്കാനുള്ള സ്കോളർഷിപ്പ് ഒക്കെ എല്ലാ കോച്ചിങ് സെൻറ്റേഴ്സിലും അവൈലബിൾ ആണ്. ബട്ട് ആ ഒരു സ്കോളർഷിപ്പ് മാത്രം കണ്ടുപോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കരുത്. നിങ്ങളൊരു ക്യാമ്പസിൽ പോയി സ്പെൻഡ് ചെയ്യുന്ന ഒരു വർഷം സമയം എന്ന് പറയുന്നതിന് ഒരുപാട് വാല്യൂ ഉണ്ട്. സോ അത് വേസ്റ്റ് ആകില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നിങ്ങൾ സ്കോളർഷിപ്പ് എടുത്തിട്ടാണെങ്കിലും ഒരു കോച്ചിങ് സെൻറ്റർ തിരഞ്ഞെടുക്കാവുള്ളൂ. അല്ലാതെ ഏറ്റവും ചീപ്പസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാമെന്നുള്ള രീതിയിലും പോകരുത്. ഒരു മിനിമം ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം. സോ ഇത്രയൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഓൺലൈൻ കോച്ചിങ് എന്ന ഓപ്ഷനിൽ തന്നെയാണ് വന്നെത്തി നിൽക്കുന്നതെങ്കിൽ ദെൻ ഈ ഒരു വർഷത്തെ നിങ്ങളുടെ കോച്ചിങ് എഫക്റ്റീവ് ആകാൻ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. ഈ സീരീസിലെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സ്റ്റഡി എൻവയൺമെൻറ്റ് എങ്ങനെ ഏറ്റവും പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ഫോണിൽ ഫോക്കസ് മോഡ്, വർക്ക് മോഡ് എന്നൊക്കെ പറഞ്ഞ ഓരോ ഓപ്ഷൻസ് കാണാം. ഇതേപോലെ നമ്മുടെ ബ്രെയിനിൽ ഒരു സ്റ്റഡി മോഡ് എന്നുള്ള സാധനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചൊക്കെയാണ് നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോഴും ഒരു ഓൺലൈൻ കോച്ചിങ് ഓപ്ഷൻ തപ്പി നടക്കുന്ന ആളാണെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി കൺസിഡർ ഡോപ്പ. നിങ്ങൾ ഓടി വന്ന് ഡോപ്പയിൽ അഡ്മിഷൻ എടുക്കണം എന്നല്ല പറയുന്നത്, ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ തന്നെയാണ് ഡോപ്പ. ഞാൻ മുമ്പ് പറഞ്ഞ റിക്വയർമെൻറ്റ്സ് എല്ലാം തന്നെ ഇവിടെ മീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഇവിടെ പഠിച്ച സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.